എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ അത്ര ശക്തമായിട്ട് ഈ വിവാദത്തെക്കുറിച്ച്, ഈ മാസപ്പടി വിവാദത്തെക്കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാകാത്തത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ ചർച്ചയിലും അങ്ങനെയുള്ള ചോദ്യം വന്നിരുന്നുവല്ലോ. അവിടെ മാത്യു കുഴൽനാടൻ ഒരു ഒറ്റയാൾ പോരാട്ടമായിട്ട് തന്നെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയ രീതിയിലുള്ള നിയമ പോരാട്ടം കാണുന്നില്ല. പക്ഷേ താങ്കൾ ഇങ്ങനെ നിയമ പോരാട്ടമായി വരുമ്പോൾ അതിനുള്ള പിന്തുണ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം നൽകുന്നുമുണ്ട്. മാത്യു ആണോ താങ്കളുടെ പിന്നിലുള്ള ശക്തി? വളരെ സത്യസന്ധമായി പറയട്ടെ, എൻ്റെ പിന്നിൽ ഒരു ശക്തിയില്ല. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം അരിയുത്ര വലിയച്ഛനാണ്. ആ വലിയച്ഛൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, എൻ്റെ പിന്നിൽ മറ്റൊരു ശക്തികളുമില്ല. എൻ്റെ മുമ്പിൽ കിട്ടിയ ഒരു വിഷയം, ആ വിഷയത്തിൽ കൃത്യമായി അഴിമതി നടന്നിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് പല മാധ്യമം ഇന്ന് ഈ ചർച്ച കയറുന്നതിന് മുമ്പ് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന്. അപ്പോൾ ഞാൻ ആർക്കെതിരെ പറയുന്നോ ആ മുഖ്യമന്ത്രിക്ക് ഈ പൊതുസമൂഹം ഇടുന്ന വില എന്താണ്? എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എനിക്ക് ദിവസം വരുന്ന ഒരു 50 ഫോണ് ഇപ്പോൾ എനിക്ക് എവിടെയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, സുരക്ഷിതമാണല്ലോ എന്ന് ചോദിച്ചാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ഇടുന്ന മാർക്ക്, ജനം ഇടുന്ന മാർക്ക് എന്താണെന്ന് ഓർത്തത്? അതായത് കഴിഞ്ഞ കാല ചരിത്രങ്ങളനുസരിച്ച് ഉന്മൂലന രാഷ്ട്രീയമാണല്ലോ കൂടപ്പിറപ്പ്. അതുകൊണ്ട് തന്നെ എന്നെ ആളുകൾ വിളിച്ച് ഏറ്റവും കൂടുതൽ എന്നോട് സ്നേഹമുള്ള, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നോട് ഏറ്റവും ചോദിക്കുന്നില്ല. ഞാൻ തീർത്ത് പറയട്ടെ, ഇത് ഏതറ്റം വരെയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏതറ്റം വരെയും ആരുടെയും സഹായമില്ലാതെ പോകും. കാരണം എനിക്ക് എൻ്റെ ജുഡീഷ്യറിയിൽ, എൻ്റെ നിയമവ്യവസ്ഥയിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തികഞ്ഞ വിശ്വാസമുണ്ട്. ശരി ഹസ്കർ, ഈ ഉന്മൂലന സിദ്ധാന്തം എന്ന് പറയുന്നത് ഇപ്പോൾ ഷോണിനോട് ഈ ഫോൺ ചെയ്ത് ചോദിക്കുന്നവർ ആ ഒരു സംശയമുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെയുള്ള ഫോൺ കോളുകൾ വരുന്നത്. അപ്പോൾ എവിടെയാണ് ഈ ഉന്മൂലന സിദ്ധാന്തം? ആർക്കെതിരെയാണ് പ്രയോഗിക്കുന്നത്? ഇത് ഷോൺ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് പണ്ട് ശ്രീ നവാബ് രാജേന്ദ്രന്റെ ഒരു സംഭവമാണ്. തമാശയായി പറഞ്ഞു കേട്ടതായിരിക്കും. ശ്രീ നവാബ് രാജേന്ദ്രൻ നിരന്തരം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കരുണാകരനെതിരെ നിരന്തരം കേസുകൾ നൽകുകയും ഹൈക്കോടതിയിൽ അദ്ദേഹം നേരിട്ടെത്തി വാദിക്കുകയും ചെയ്യുമായിരുന്നു. ശ്രീ നവാബ് രാജേന്ദ്രന് ഒന്നും സംഭവിക്കാതിരിക്കുന്നതിനു വേണ്ടി 2 രഹസ്യ പോലീസിനെ അദ്ദേഹത്തിനോടൊപ്പം അന്ന് കരുണാകരൻ നിയോഗിച്ചിരുന്നു എന്നൊരു തമാശ കഥ പോലെ കേട്ടിട്ടുണ്ട്. വസ്തുത എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോ ശ്രീ ഷോണിനൊന്നും സംഭവിക്കാതിരിക്കുക എന്നുള്ളത് പിണറായി വിജയന്റെയും അതുപോലെ CPM-ന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ആളുകളെ കൊല്ലുന്ന പാർട്ടി എന്നല്ലേ. ഷോണിനോട് ഞങ്ങൾക്ക് അങ്ങനെ വിരോധമൊന്നുമില്ല. അപ്പോ ഷോൺ സുരക്ഷിതനായിരിക്കേണ്ടത് അന്നത്തെ നവാബ് രാജേന്ദ്രന്റെ ആ കഥയോട് ഉപമിച്ചാൽ, അല്ലെങ്കിൽ ആ സാഹചര്യത്തോട് ഉപമിച്ചാൽ ഇന്ന് പിണറായി വിജയന്റെ കൂടി ആവശ്യമാണ്. അത് മാത്രമല്ല, കേരളത്തിലെ ഓരോരുത്തരും സുരക്ഷിതരായി ഇരിക്കേണ്ടത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോ നിങ്ങളൊക്കെ സുരക്ഷിതരായി ഇരിക്കുകയും ഞാനടക്കമുള്ള കേരളത്തിലെ പൗരന്മാർ സുരക്ഷിതരായി ഇരിക്കുകയും ആ ഒരു ഗ്യാരണ്ടി ഒത്തിരി ആളുകൾക്ക്, ഞാനുമായിട്ട് വേണ്ടപ്പെട്ട ഒത്തിരി ആളുകൾക്ക് ഒരു ആശ്വാസമാണ്. സാറ് പറഞ്ഞ ഇപ്പോൾ ഒരു ഗ്യാരണ്ടി, ഇപ്പോൾ അത് സാറ് പറഞ്ഞതിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഷോൺ സുരക്ഷിതമായി ഇരിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ. പ്രത്യേകം നന്ദി പറയുന്നു. അങ്ങേക്ക് ആയുരാരോഗ്യം ഉണ്ടാവേണ്ടത് എന്റെ കൂടി ആഗ്രഹമാണ്. അതുകൊണ്ട് അങ്ങേക്ക് അത് തന്നെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. സംഭവിച്ചിട്ടുണ്ട്. ഷോൺ ആരോഗ്യവാനായിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ഇന്ന് അതിന് മുഖ്യമന്ത്രിയെ കുറ്റം പറയല്ല. ഞാൻ ഫുട്ബോൾ കളിച്ച് വീണതാണ്. എനിക്ക് കാലിൻ്റെ തുടക്കം ഒരു പരിക്ക് പറ്റി, അതുകൊണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളൂ. അത് മുഖ്യമന്ത്രിയെ കുറ്റം പറയണ്ട, ഞാൻ തന്നെ പോയി ഫുട്ബോൾ കളിച്ച് വീണതാണ്. ശരി 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 ഹസ്കർ തുടർന്നോളൂ. അപ്പോ സ്വാഭാവികമായി നമ്മൾ ഇത്തരത്തിൽ ഒരു ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ അങ്ങനെ ഉന്മൂലന സിദ്ധാന്തത്തിലൂടെ തീർത്തു കളയാം. അതാണ് രാഷ്ട്രീയ ബോധം. വിയോജിപ്പുകൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ആ വിയോജിപ്പുകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കൂടി അർത്ഥത്തിലും കാണാനും അത്തരത്തിൽ സ്വയം വിമർശനപരമായി ചിന്തിക്കാനും ഒക്കെ ഉള്ള ആർജവം 6.5 പതിറ്റാണ്ട് നേരത്തെ പൊതുജീവിതത്തിനിടയിൽ CPM-ന്റെ നേതാവായിട്ടുള്ള സഖാവ് പിണറായി വിജയനുണ്ട്. അദ്ദേഹം അത്തരത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങളെ കാണാറുള്ളത്. അല്ലാതെ വിമർശിക്കുന്നവരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുകയോ അങ്ങനെ അവരെ തുടച്ചു മാറ്റാനോ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ സിദ്ധാന്തമല്ല. ഞാൻ ഷോൺ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ ആശയപരമായി ആകർഷണം തോന്നിയിട്ടുള്ളത് SFIയോടാണ്. അപ്പൊ അത്തരത്തിൽ ഷോണിനെ പോലുള്ള ഇപ്പോ ഇരുന്ന് വിമർശിക്കുന്ന ആളുകളെ പോലും ആകർഷിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് SFIയും DYFIയും CPM-ഉം ഒക്കെ. അങ്ങനെ ആകൃഷ്ടരായിട്ടാണ് ഈ പാർട്ടിയിലേക്കും വിദ്യാർത്ഥി സംഘടനയിലേക്കും യുവജന സംഘടനയിലേക്കും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട്, അവരുടെ നേതാക്കന്മാരുടെ മഹത്വം കണ്ടിട്ടാണ്, അവരുടെ പ്രവർത്തന ശൈലി കണ്ടിട്ടാണ് ഈ പാർട്ടിയിലേക്ക് ആളുകൾ
ഒഴുകിയെത്തിയിട്ടുള്ളത്. അപ്പോ അങ്ങനെ വരുന്ന ആളുകൾ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ സാറേ നിരന്തരമായി നമ്മൾക്ക് സാറേ ഒന്ന് പറഞ്ഞോട്ടെ, സമരം നമ്മൾ ആവേശത്തോടെ കണ്ടിരുന്ന അങ്ങനെ ആശയത്തോടെ കണ്ടിരുന്ന ആ പ്രസ്ഥാനത്തിന് ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് സാർ. ഒരു വ്യത്യാസമില്ലെന്നേ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിന്ന് നോക്കുന്ന വീക്ഷണകോണുകളുടേതാണ് ആ പ്രശ്നം. ആ വീക്ഷണകോണുകൾ മാറ്റിവെച്ച് ഷോൺ ഇപ്പോഴും ആ വീക്ഷണകോണിൽ നിന്ന് മാറി നിന്ന് ഈ പ്രസ്ഥാനത്തെ കണ്ടാൽ ഷോൺ അന്ന് ആവേശം കൊണ്ടതുപോലെ തന്നെ എന്നേക്കാൾ ഉശിരനായി ആവേശത്തോടു കൂടി ഈ പ്രസ്ഥാനത്തിലേക്ക് സാറേ ഒരുപക്ഷെ ഞാൻ ജനങ്ങളുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ് നോക്കുന്നത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. അല്ല, അങ്ങ് ജനങ്ങളുടെ വീക്ഷണകോണുകളില്ല, അങ്ങ് ഇതിൽ കൃത്യമായി ഒരു രാഷ്ട്രീയം കണ്ടെത്തുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു ഇടം കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിന്റെ തുടർച്ചയാണ് അങ്ങ് ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ജനങ്ങൾക്കറിയാം. ഷോൺ, അതാണ് ആ അർത്ഥത്തിലാണ് ഇതിനെ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടുന്നതിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സ്പേസ് ആണെന്ന്. അത് പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഷോൺ. തീർച്ചയായിട്ടും അങ്ങനെയാണ് എനിക്ക് ഇനി ഒരു സ്പേസ് കിട്ടുന്നതെങ്കിൽ കേരള സംസ്ഥാനത്തെ ഇനി ആയിരക്കണക്കിന് പരാതികളായിരിക്കുമല്ലോ മുഖ്യമന്ത്രിക്കെതിരെ വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർക്കെല്ലാം കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇതുവരെ ആരോപണം ഉന്നയിച്ചാൽ പലരും ജീവിച്ചിരിപ്പില്ല. ഇനി ആരോപണം ഉന്നയിച്ച മാത്യു കുഴൽനാടനെതിരെ ഇപ്പോൾ എത്ര കേസായെന്ന് പുള്ളിയോട് ചോദിച്ചാൽ അറിയാം. മുഖ്യമന്ത്രിക്കെതിരെ സ്ഥിരമായ ആരോപണം ഉന്നയിക്കുന്ന എൻ്റെ പിതാവിനെതിരെ 3 കള്ളക്കേസ് ക്രിമിനൽ കേസ് അടിച്ച് 3 പ്രാവശ്യം അറസ്റ്റ് ചെയ്തു. എന്നെ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാതെ എന്നെ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് കേസ് പോലും അറിയത്തില്ല, എൻ്റെ വീട് റെയ്ഡ് ചെയ്ത് ഒരു ചാർജ് കൊണ്ട് ഈ എറണാകുളത്ത് JFMC 3-ൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ 1-ാം പ്രതിയാണ്. ഇതൊക്കെയാണോ സാറേ? എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഇനി അതുകൊണ്ടൊക്കെ എനിക്കൊരു രാഷ്ട്രീയ സ്പേസ് ഉണ്ടായി വന്നാൽ നല്ല കാര്യം സാറേ. ഞാൻ എന്നും ജനങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്.